ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഫോർട്ട് കൊച്ചിയിലെ ജ്യൂസ് സ്ട്രീറ്റാണ് ഞാൻ കൂടുതലും കാണിക്കണത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു വാട്ടർ മെട്രോയിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത്. അതിൽ ഫോർട്ട് കൊച്ചിനെ പറ്റിയിട്ട് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും ചേർന്ന് നിൽക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. കുറേ അധികം വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങണ ഒരു സ്ഥലം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം മട്ടാഞ്ചേരി പാലസിൻ്റെ അടുത്തായിട്ടാണ്. ഇത് ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റാണ്. കുഞ്ഞു കുഞ്ഞു കടകളിൽ കുറേ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ വരുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെ തവണയാണ്. അപ്പോഴൊക്കെ എനിക്ക് ഈ മാർക്കറ്റ് നല്ല ഇഷ്ടമാണ്. ഇതിൽ കൂടെ വെറുതെ നടന്ന് ഇതൊക്കെ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുഞ്ഞു കുഞ്ഞു ഷോപ്പിൻ്റെ നടുവിലൂടെയുള്ള ഈ വഴി കൂടെ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് കൊച്ചി കായലാണ്. ഞാൻ അവിടെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ആദ്യം തിരിച്ചു വന്നു. അപ്പോഴേക്കും മക്കൾ ഇവിടെ ഓരോന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ എന്തൊക്കെയോ സാധനങ്ങളൊന്ന് വാങ്ങിയിട്ടാണ്. ഈ ഒരു വീഡിയോ എടുത്തത് കുറച്ച് നാൾ മുൻപാണ്. ഈ ഒരു മാർക്കറ്റിൻ്റെ മുന്നിലാണ് മട്ടാഞ്ചേരി പാലസ് എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. അവിടുത്തെ ഓപ്പണിംഗ് ടൈം രാവിലെ 10 തൊട്ട് വൈകിട്ട് 5 വരെയാണ്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മട്ടാഞ്ചേരി പാലസിലേക്ക് പോയില്ല. ഞങ്ങളതിന് മുമ്പിലുള്ള ഈ കടകളിലൊക്കെ കയറി പിന്നെ ജ്യൂസ് സ്ട്രീറ്റിൽ പോയി. ഇതെങ്ങനെയാ അത് ചെയ്യാ ശരിക്കും? ഇനി നമ്മൾ ജ്യൂ ടൗണിലേക്ക് കടന്നേക്കാണ്. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റാണ് ജൂതത്തെരുവ്. ജൂത കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹെറിറ്റേജ് ടൂറിസം സ്പോട്ടാണ് ഈ ഒരു സ്ട്രീറ്റ്. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞൊരു പ്രത്യേക വഴിയാണിത്. കഥകളും ഓർമ്മകളും നിറഞ്ഞ ഈ വഴിയിലൂടെ നമുക്കൊന്ന് പോയിട്ട് വരാം. ഈ സ്ട്രീറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകമായൊരു ഫീല് തോന്നും. ചെറിയ വഴികളും പഴയ കെട്ടിടങ്ങളും ആൻറ്റിക് ഷോപ്പുകളും അങ്ങനെ നമ്മൾ നടന്ന് പോണ വഴിയൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഷോപ്പ് കണ്ടു, യൂസഫ് ആർട്ട് ഗാലറി. ഇതിൻ്റെ ഉള്ളിൽ കുറേ അധികം ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്സൊക്കെയാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങുകളും പിന്നെ ലാൻഡ്സ്കേപ്പ് അങ്ങനെ കുറേ അധികം ചിത്രങ്ങൾ കണ്ടു. ഇത് പലരും വരച്ചതാണ്. അപ്പോൾ അവരുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്കാണ്. ഇത് സെയിലാവണതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് അതിൻ്റെ പ്രൈസ് കിട്ടുള്ളൂ. ഞാനിതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ളത് രാവിലെയാണ്. അപ്പോൾ വെയിലുണ്ടായിരുന്നു, കുടയൊക്കെ നിർത്തി പിടിച്ചിട്ട് നടന്നിട്ടുള്ളത്. ഈ ഒരു സ്ട്രീറ്റ് നടന്ന് കാണാൻ പറ്റിയ സമയം ഈവനിങ് ആയിട്ട് എനിക്ക് തോന്നണേ. എനിക്ക് ഇന്നിവിടെ ഒരു പ്രത്യേക ഭംഗി തോന്നി. എനിക്കിതിൽ വരുമ്പോൾ ഗ്രാമഫോൺ മൂവി ഓർമ്മ വരും. ആ സിനിമയുടെ ലൊക്കേഷൻ ഇവിടെയായിരുന്നു. കൂടുതലും ഇങ്ങനെ ആൻറ്റിക് ഷോപ്പൊക്കെ അതിൽ നന്നായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഹിസ്റ്ററിയും കൾച്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ജ്യൂസ് സ്ട്രീറ്റ് ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഈ വഴി തിരിഞ്ഞ് ചെല്ലുമ്പോൾ അറ്റത്തൊരു പഴയ ജ്യൂ ഹൗസ് കാണാം. അവരാണ് ഏറ്റവും ലാസ്റ്റ് ഇവിടെ നിന്ന് പോയത് അത്രേ. അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കയറി കണ്ടു. ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് പഴയൊരു ജ്യൂ ഹൗസ് ആണ്. ഒരു 6-7 വർഷം മുന്നേ വരെ അവസാനത്തെ ഇവിടെ താമസിച്ചിരുന്ന ഒരു ജൂതന്മാർ താമസിച്ചിരുന്ന ആ ഒരു വീടാണ്. ഇതിന്റെ പേര് ഹലേഗ്വ ഹൗസ് എന്നാണ്. നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ 3 പാളികള് ചാരിയിട്ട് ഒരു പാളി മാത്രം തുറന്നിട്ട് ഇവിടെ അവസാനം താമസിക്കുന്ന ലേഡി ഹലേഗ്വ അവിടെ എപ്പോഴും നിൽക്കാറുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോ അവര് ഒരു 7 വർഷമായി പോയിട്ട് ഇപ്പൊ ഈ ഒരു ആർട്ട് എക്സിബിഷന് വേണ്ടിയിട്ട് നമ്മുടെ ആംഫിബിയൻ എസ്തെറ്റിക്സ് ആണ്
ആഴി ആർക്കൈവ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനും ഇഷാര ഫൗണ്ടേഷനും കൂടെ നടത്തുന്ന 3 എക്സിബിഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു മെയിൻ വെന്യൂ ആയിട്ടാണ്. ഈ ഒരു ആർട്ട് എക്സിബിഷൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. ആർട്ട് എക്സിബിഷൻ കണ്ടിറങ്ങിയിട്ട് ഇനിയും ഈ വഴി കൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വഴിയുടെ അവസാനമാണ് പരദേശി സിനഗോഗ് അഥവാ മട്ടാഞ്ചേരി സിനഗോഗ്. അതിൻ്റെ അവിടെ തന്നെ ഒരു ക്ലോക്ക് ടവറും ഉണ്ട്. ഈ സിനഗോഗിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയില്ല, അതും 5 മണിയാകുമ്പോൾ അടയ്ക്കും. അതുകൊണ്ട് പുറത്തുള്ള ക്ലോക്ക് ടവറൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നു. ഈ ഒരു വഴിയൊക്കെ നല്ല ഭംഗിയാണ്. ഹെറിറ്റേജ് ബിൽഡിങ്ങുകളാണ് മുഴുവനുള്ളത്. പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചിയിലെത്തിയ ജൂത സമൂഹത്തിനായിട്ട് 1568 പണി കഴിപ്പിച്ചതാണ് ഈ സിനഗോഗ്. ഡച്ച് ഭരണകാലത്ത് ഈ ഒരു പ്രദേശം കൂടുതൽ ഡെവലപ്ഡായി. പിന്നീട് ബ്രിട്ടീഷ് കാലത്തും ജൂ സ്ട്രീറ്റ് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിട്ട് മാറി. ജൂ സ്ട്രീറ്റ് എന്നത് ജൂയിഷ്, ഡച്ച്, പോർച്ചുഗീസ്, ഇന്ത്യൻ സംസ്കാരങ്ങൾ ചേർന്നൊരു മനോഹര സംഗമമാണ്. ആ നേരെ കാണുന്നതാണ് ക്ലോക്ക് ടവർ. 1760 അന്നത്തെ അറിയപ്പെടുന്ന ഒരു ജൂത വ്യവസായി നിർമ്മിച്ചതാണിത്. ഈ ക്ലോക്ക് ടവറിനടുത്താണ് സിനഗോഗ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ അവിടം വരെ നടന്നിട്ട് തിരിച്ചു പോന്നു. അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവരെ ശല്യപ്പെടുത്താണ്ട് ഇങ്ങോട്ട് പോകുന്നു തിരിച്ച്. പഴയ കാലത്തിൻ്റെ ഓർമ്മകളും കഥകളും ഇപ്പോഴുമുള്ള ഈ ജൂ സ്ട്രീറ്റ് കൊച്ചിയുടെ ചരിത്രം ഇന്നും ജീവിക്കുന്ന ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ്. ജൂ സ്ട്രീറ്റ് കണ്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിലല്ല കേട്ടോ പോയത്. ഇങ്ങോട്ട് വരുമ്പോൾ വാട്ടർ മെട്രോയിലാണ് വന്നേ. ഇപ്പം തിരിച്ച് സാധാരണ ബോട്ട് സർവീസ് എടുത്ത്. വർഷങ്ങളായി കൊച്ചിക്കാരുടെ യാത്രയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു സർവീസ് ഇപ്പോഴും കുറേ അധികം ആൾക്കാർ യൂസ് ചെയ്യണുണ്ടെന്ന് മനസ്സിലായി. ഇനി ഫോർട്ട് കൊച്ചിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ജൂ സ്ട്രീറ്റിൽ കൂടെയുള്ള ഈ ഒരു നടത്തം മിസ് ചെയ്യരുത് കേട്ടോ. ചരിത്രവും സംസ്കാരവും പഴയ കാലത്തിൻ്റെ മനോഹര ഓർമ്മകളും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയണ ഫോർട്ട് കൊച്ചിയിലെ ഒരു പ്രത്യേക ഇടം തന്നെയാണത്. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര ഇവിടെ തീരാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്